തൃക്കാക്കരയിലെ LDF സ്ഥാനാർത്ഥിയായി സെബാസ്റ്റ്യൻ പോളിന്റെ മകൻ റോൺ സെബാസ്റ്റ്യനെ പരിഗണിക്കുന്നു. വ്യവസായി മുഹമ്മദ് സഗീറും പരിഗണനയിലുണ്ട്. ഇതോടൊപ്പം KV തോമസിനെ എറണാകുളത്ത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയാക്കാനും ആലോചനയുണ്ട്. MK ഷുക്കൂർ കൂടുതൽ വിവരങ്ങളുമായി. ഷുക്കൂർ, എറണാകുളത്ത് CPM-ന്റെ പരിപാടി എങ്ങനെയാണ്? എന്താണ് അവർ ആലോചിക്കുന്നത്? നിഷാദ്, ഇന്നലെ ചേർന്ന CPM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് ആണ് ഈ പേര് പ്രധാനമായും ചർച്ച ചെയ്ത് നിർദ്ദേശമാക്കി സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൈമാറിയിട്ടുള്ളത്. തൃക്കാക്കര UDF-ന്റെ ഒരു ശക്തി കേന്ദ്രമാണ്. വലിയ ഭൂരിപക്ഷത്തിന് അവിടെ UDF ജയിക്കുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഒരു പുതിയ സ്ഥാനാർത്ഥിയെ അവിടെ കണ്ടെത്താനാകുമോ എന്നൊരു ചർച്ചയാണ് പ്രധാനമായും നടന്നത്. അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പോളിന്റെ മകൻ കൂടിയായ അഡ്വക്കേറ്റ് റോൺ ബാസ്റ്റിനെയാണ് ഇപ്പോൾ CPM പ്രധാനമായും തൃക്കാക്കരയിലേക്ക് പരിഗണിക്കുന്നത്. ഒപ്പം തന്നെ വ്യവസായിയായ മുഹമ്മദ് സഗീർ കൂടി പട്ടികയിലുണ്ട്. ഈ രണ്ട് പേരുകൾ ഉൾപ്പെടുത്തിയ ഒരു പട്ടികയാണ് ഇപ്പോൾ സംസ്ഥാന നേതൃത്വത്തിന് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് ഇന്നലെ കൈമാറിയിരിക്കുന്നത്. മറ്റൊന്ന് KV തോമസ്, അദ്ദേഹത്തെ എറണാകുളം മണ്ഡലത്തിൽ CPM പരിഗണിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പേരും ഇന്നലെ ചേർന്ന CPM ജില്ലാ സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്ത് നിർദ്ദേശമാക്കി മുകളിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ തൃപ്പൂണിത്തുറയിൽ ഈ നിലവിലെ വൈപ്പിൻ MLA KN ഉണ്ണികൃഷ്ണന്റെ പേര്, നേരത്തെ സൈഫ് സൈനുൽ ആബ്ദീൻ റിപ്പോർട്ട് ചെയ്തതുപോലെ KN ഉണ്ണികൃഷ്ണന്റെ പേര് സംസ്ഥാന സെക്രട്ടേറിയറ്റിന് നിർദ്ദേശമായി ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ ചർച്ചയ്ക്ക് വന്നപ്പോൾ അതിനകത്ത് കാര്യമായ അഭിപ്രായം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ KN ഉണ്ണികൃഷ്ണന്റെ പേര് കാര്യമായി പിന്തുണക്കാതെയുള്ള ഒരു സമീപനമാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് സ്വീകരിച്ചത്. ഒപ്പം തന്നെ MB ഷൈനിയെ വൈപ്പിനിൽ പരിഗണിക്കണം എന്നൊരു നിർദ്ദേശം സംസ്ഥാന സെക്രട്ടേറിയറ്റ് നൽകി. എന്നാൽ MB ഷൈനിയുടെ പേര് കൂടി ഇപ്പോൾ തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ വരുന്നുണ്ട്. ആ അർത്ഥത്തിൽ KV തോമസും റോൺ ബാസ്റ്റിനുമാണ് ഇപ്പോൾ ഒരു കൗതുകം നിറഞ്ഞ രണ്ട് പേരുകൾ എറണാകുളത്തെ തൃക്കാക്കരയിലും എറണാകുളം മണ്ഡലത്തിലുമായി ഇപ്പോൾ ഉയർന്നിട്ടുള്ളത്. ശരി, MK ഷുക്കൂറാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചിയിൽ നിന്ന് ശ്രദ്ധേയമായ ചില പരീക്ഷണാലോചനകൾ അവിടെ നടത്തുന്നു CPM എന്നാണ്.